ഒന്നാമത്തെ കാര്യം സെയ്ഫ് നോക്കേണ്ടത് കഴിഞ്ഞ 1.5 വർഷക്കാലത്തോളം നീണ്ടുനിന്ന ഗസയ്ക്ക് നേരെയുള്ള അറ്റാക്സിൽ അതിൻ്റെ 80% കെട്ടിടങ്ങളും തകരുകയും മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാത്ത സ്ഥലമായി മാറുകയും 60,000-ഓളം ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു. ഇപ്പോൾ ഭീഷണി മുഴക്കുന്ന ആരാണ്? ഡൊണാൾഡ് ട്രംപ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ആരാണ് ഇത്രയും ദിവസം ആക്രമണം നടത്തിയത്? ഇസ്രായേലെന്ന് നമുക്ക് തോന്നുന്നു. ഇസ്രായേലാണ് യുദ്ധമുന്നണിയിലുള്ളത്. ഇസ്രായേലിനെ ആരാണ് എയ്ഡ് ചെയ്യുന്നത്? ഇസ്രായേലിന് ആവശ്യമുള്ള ആയുധങ്ങളും പണങ്ങളും നയതന്ത്ര സപ്പോർട്ടും കൊടുത്ത രാജ്യത്തെ ഒരു സർവ്വ പ്രിവിലേജുമുള്ള രാജ്യമാക്കി നിലനിർത്തുന്ന ആരാണ്? അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രമാണ്. അപ്പോൾ ഇനി ഞങ്ങൾ ഇറങ്ങുമെന്ന് അമേരിക്ക പറഞ്ഞത് തമാശയല്ലേ? അവർ തന്നെയാണ് ഈ കളത്തിലുള്ളത്. അമേരിക്കയുടെ നേതൃത്വത്തിലാണ് ഗസയിൽ ഈ വംശഹത്യ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു നിലയ്ക്കുമുള്ള കണ്ണും മൂക്കുമില്ലാത്ത അറ്റാക്കായിരുന്നു. ആശുപത്രികൾ പോലും ആക്രമിച്ചു. മനുഷ്യ അവസാനത്തെ അഭയകേന്ദ്രം എന്ന നിലയ്ക്ക് ഓടിക്കേറിയ ചെറിയ ടെൻറ്റുകൾക്ക് മേലെ പോലും വൈറ്റ് ഫോസ്ഫറസ് ബോംബുകൾ കൊണ്ടിട്ട് വന്നവരാണ് ഞങ്ങളിനി നരകമാക്കുമെന്ന് പറയുന്നത്. നരകമാണ് ഇപ്പോഴും ആ നാട്. മനുഷ്യർക്ക് ജീവിക്കാൻ അവിടെ സ്ഥലമില്ല, കഴിക്കാൻ ഭക്ഷണം ഉണ്ടായിരുന്നില്ല, മലിനജലം കുടിച്ചിട്ടാണ് അവിടുത്തെ കുട്ടികൾ അതിജീവിച്ചത്. ഇപ്പോഴും ആവശ്യമായിട്ടുള്ള സെഡേഷൻ പോലും കൊടുക്കാതെയാണ് അവിടുത്തെ സർജറികളും വലിയ തുന്നലുകളും ഒക്കെ നടത്തിയത്. അതിൽ